അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വഫിഖ്. താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും യോജിച്ചത് ഓരോന്നിനും നേരെ എടുത്തെഴുതുക. അപ്പോൾ ഒന്നാമത്തത് അൽ അഖീഖത്തു ശർഅൻ. അഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഷറയിൽ എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ആ ബോക്സിൽ കൊടുത്തൊന്ന് നോക്കാം. ഇർഖാനി ഫി സ്വഫഹത്തി ഉനുഖി മജ്റ അത്ത്വആമി വശറാബി മാ യുത്ലുബു ബിഹിൽ ബിർറു വത്തഖറുബു ഇലല്ലാഹി തആല അൻ-നദറുൽ മുഅല്ലഖു ബിശൈഇൻ അൽ ഹുൽഖു മാ യുദ്ബഹു ഇൻദ ഹൽഖി ശഗ്രിൽ മൗലൂദി അത്തമാദി ഫിൽ ഖുസൂമത്തി. അപ്പം അൽ അഖീഖത്തു ശർഅൻ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? മാ യുദ്ബഹു ഇൻദ ഹൽഖി ശഗ്രിൽ മൗലൂദി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ശർഇൽ കുട്ടിയുടെ മുടി കളയുന്ന സമയത്ത് അറുക്കപ്പെടുന്ന മൃഗമാണ്. മാ യുദ്ബഹു ഇൻദ ഹൽഖി ശഗ്രിൽ മൗലൂദി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മുടി കളയുന്ന സമയത്ത് അറുക്കപ്പെടുന്ന മൃഗം. രണ്ടാമത്തത് നദറു മുജാസത്തൻ. നദർ എന്ന് പറഞ്ഞാൽ എന്താണ്? നേർച്ച എന്നാണ് അല്ലെ. അപ്പം മുജാസാത്തിൻ എന്ന് പറഞ്ഞിട്ടുള്ള നേർച്ച. അപ്പൊ അതിനോട് യോജിച്ചത് ഏതാണ്? അൻ നദറുൽ മുഅല്ലഖു ബിശൈഇൻ എന്നുള്ളതാണ്. അപ്പൊ അതവിടെ എടുത്ത് എഴുതി കൊടുക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അൻ നദറുൽ മുഅല്ലഖു ബിശൈഇൻ എന്നുള്ളതിന്റെ അർത്ഥം ഒരു വസ്തുവുമായി ബന്ധിപ്പിച്ചു കൊണ്ടുള്ള നേർച്ച. ഉദാഹരണം ഏതുപോലെ? അള്ളാഹു എൻ്റെ രോഗം എന്ത് ചെയ്താൽ മാറ്റിക്കഴിഞ്ഞാൽ, സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിന് എൻ്റെ മേൽ എന്തായി? നോമ്പ് നിർബന്ധമായി എന്ന് പറയും പോലെ. അപ്പോൾ അള്ളാഹു എൻ്റെ രോഗം മാറ്റി കഴിഞ്ഞാൽ ഞാൻ നോമ്പെടുക്കും, എൻ്റെ മേൽ നോമ്പ് നിർബന്ധമായി എന്നൊക്കെ പറയുന്നതാണ് എന്ത്? നദറു മുജാസാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ്? ഒരു വസ്തുവുമായി ബന്ധിപ്പിച്ചു കൊണ്ടുള്ള നേർച്ച. അതിനാണ് എന്ത് പറയുക? നദറു മുജാസാത്ത് എന്ന് പറയുക. ഇനി മൂന്നാമത്തെ നദറു തബറുറി. അതിനോട് ചോദിച്ചത് ഏതാണ്? മാ യുത്ലുബു ബിഹിൽ ബിർറു വത്തഖറുബു ഇലല്ലാഹി തആല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ നേർച്ച കൊണ്ട് ഗുണവും അള്ളാഹുവിലേക്കുള്ള അടുപ്പവും തേടലാണ്. അതിനാണ് എന്ത് പറയുക? നദറു തബറുരി എന്ന് പറയുക. നാലാമത്തത് അൽ ലജാജു. ലജാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനോട് യോജിച്ചത് അത്തമാദി ഫിൽ ഖുസൂമത്തി. അർത്ഥം എന്താണ്? തർക്കത്തിലേക്ക് വലിച്ചു വീഴ്ത്തുന്ന നേർച്ച. അപ്പൊ തർക്കത്തിലേക്ക് വലിച്ചു വീഴ്ത്തുന്ന നേർച്ച എന്നാണ് അത്തമാദി ഫിൽ ഖുസൂമത്തി എന്നത്. അത് അൽ ലജാജു അതിനോട് യോജിച്ചതാണ്. ഇനി അഞ്ചാമത്തത് അൽ വദജാനി. വദജാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനോട് യോജിച്ചത് ഇർഖാനി ഫി സ്വഫഹത്തിൽ ഉനുഖി. അപ്പോൾ വദജാനി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് രണ്ട് ഞരമ്പുകളാണ്. ഇർഖാനി എന്ന് പറഞ്ഞാൽ രണ്ട് ഞരമ്പുകൾ. ഫി സ്വഫഹത്തിൽ ഉനുഖി, എവിടെയുള്ള? കഴുത്തിന്റെ ഭാഗത്തുള്ള. അപ്പൊ കഴുത്തിന്റെ ഭാഗത്തുള്ള രണ്ട് ഞരമ്പുകൾക്കാണ് വദജാനി എന്ന് പറയുക. ആറാമത്തത് അൽ മരീഉ. അൽ മരീഉ അതിനോട് യോജിച്ചത് മജ്റത്ത് ത്വആമി വശറാബി. ഭക്ഷണവും വെള്ളവും കഴിച്ചത് പോകുന്ന അന്നനാളമാണ് എന്ത്? മരീഉ എന്ന് പറഞ്ഞാൽ. ഇനി അവസാനത്തത് ഏഴാമത്തതാണ് മഖ്റജുൻ നഫ്സി. അതിനോട് യോജിച്ചത് അൽ ഹുൽഖൂം എന്നുള്ളതാണ്. മഖ്റജുൻ നഫ്സി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശ്വാസം പുറപ്പെടുന്ന നാളം, അതാണ് ഹുൽക്കും എന്ന് പറഞ്ഞാൽ. ശ്വാസം പുറപ്പെടുന്ന നാളത്തിനാണ് എന്ത് പറയുക? ഹുൽക്കും എന്ന് പറയുക. അപ്പം അവിടെ ഹുൽക്കും എന്നുള്ളതാണ് മഖ്റജു നഫ്സി എന്നതിനോട് യോജിച്ചത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഉക്തുബി ഇസ്നൈനി എന്നുള്ളതാണ്. 2 എണ്ണം വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം മാ യഹ്റുമു അക്ലുഹു മിനൽ ഹയവാനിൽ ബരിയി. എന്താണ് അർത്ഥം? എന്താണ് ചോദ്യത്തിന്റെ? തിന്നൽ ഹറാമായ കരജീവികൾ ഏതെല്ലാം എന്നാണ്. അപ്പൊ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. അസദ്. അസദ് എന്ന് പറഞ്ഞാൽ സിംഹം. അടുത്തത് ഖിറദ്, കുരങ്ങൻ. പിന്നെ സൊഖറുൻ, രാജകിളി. ത്വാഊസ്, മയിൽ. ഹിദ്അത്ത്, പരുന്ത്.
ബൂമുൻ മൂങ്ങ, ദുറത്തുൻ തത്ത, ഉറാബുൻ കാക്ക. അപ്പൊ ഇതൊക്കെയാണ് തിന്നൽ ഹറാമായ കര ജീവികൾ. ഇനി രണ്ടാമത്തെ നോക്കാം. മാ യഹില്ലു അക്ലുഹു മിനൽ ഹയവാനിൽ ബരിയി. തിന്നൽ അനുവദനീയമായ കരജീവികൾ ഏതെല്ലാമാണ്? അൻആം ആട്, മാട്, ഒട്ടകം. പിന്നെയോ ഖൈൽ കുതിര, ബക്കറുൻ അവിടെ ഉദ്ദേശിക്കുന്ന ബക്കറുൻ വഹ്ഷിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാട്ട് പശുവാണ്. പിന്നെ അതുപോലെ ഹിമാർ കാട്ട് കഴുത, തൊബിയുൻ മാന്, വബ്ബുൻ ഉടുമ്പ്, അർണബ് മുയല്, അതുപോലെ തന്നെ സഹലബ് കുറുനരി, പിന്നെ സിഞ്ചാബ് എന്ന് പറഞ്ഞാൽ അണ്ണാൻ. ഇനി മൂന്നാമത്തെ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രമാണ് അവിടെ എടുത്തെഴുതാനുള്ളത്. ഇനി മൂന്നാമത് മാ യുസന്നു അഖിബൽ വിലാദതി. പ്രസവിച്ച ഉടനെ സുന്നത്താക്കപ്പെടും എന്തെല്ലാമാണ്? അയ്യു അദ്ദറ വയുഖറഉ സൂറത്തുൽ ഇഖ്ലാസ്. പ്രസവിച്ച ഉടനെ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? ബാങ്ക് കൊടുക്കലും സൂറത്തുൽ ഇഖ്ലാസ് ഓതലും. അറിയാലോ, അതെന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുക. വയക്കറ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. പിന്നെയോ ആയത്തു ഫിൽ ഉദ്നിഹിൽ യുംന. നമ്മളൊരു ആയത്ത് പഠിച്ചിട്ടുണ്ട്, ആ ആയത്ത് വലത് ചെവിയിൽ ഓതുക. പിന്നെ എന്ത് ചെയ്യുക? അവസാനത്തെ വയുഖീമ ഫി ഉദ്നിഹിൽ യുസ്ര, ഇടത്തെ ചെവിയിൽ എന്ത് ചെയ്യുക? ഇഖാമത്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ അതാണ് പ്രസവിച്ച ഉടനെ സുന്നത്തായി ആക്കപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. നാലാമത്തത് മാ യുസ്തഹബു ഇൻദ ദബ്ഹി. ഇനി അറുക്കുന്ന അവസരത്തിൽ സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാണ്? തസ്മിയത്തു വസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മിയും ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും ചൊല്ലുക. പിന്നെന്ത് ചെയ്യുക? ഇസ്തിഖ്ബാൽ ഖിബില, ഖിബിലക്ക് മുന്നിടുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം അജിബ് എന്നുള്ളതാണ്. എന്താണ് ചോദിക്കുന്നത്? യതഅക്കദു ഇക്സാറു ദിക്രിൽ മൗതി അലാ മൻ. എന്താണ് അതിന്റെ അർത്ഥം? ഹൃദയം കൊണ്ട് മരണത്തെ സ്മരിക്കൽ ശക്തിയായ സുന്നത്താണ് ആരുടെ മേൽ? ഉത്തരം എന്താണ്? അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫിന്റെ മേലിലും. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള അവർക്കാണ് എന്ത് പറയാ? മുക്കല്ലഫ് എന്ന് പറയാ. അപ്പൊ ഹൃദയം കൊണ്ട് മരണത്തെ സ്മരിക്കൽ ശക്തിയായ സുന്നത്താണ് ആരുടെ മേൽ? അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫീങ്ങളുടെ മേലിലും. രണ്ടാമത്തെ ചോദ്യമാണ് തുക്റഹു ഇത്വാലത്തുൽ മുക്സി ഇൻദൽ മരീദി മത. രോഗിയുടെ അടുക്കൽ സന്ദർശകൻ കൂടുതൽ സമയം നിൽക്കൽ കറാഹത്താണ് എപ്പോൾ? ചോദ്യം ഒന്നുകൂടെ നോക്കാം. തുക്റഹു ഇത്വാലത്തിൽ മുക്സി ഇൻദൽ മരീദി മത. രോഗിയുടെ അടുക്കൽ സന്ദർശകൻ കൂടുതൽ സമയം നിൽക്കൽ കറാഹത്താണ് എപ്പോൾ? അതിന്റെ ഉത്തരം തുക്റഹു ഇതാലത്തുൽ മുക്സി ഇൻദൽ മരീദി. രോഗിയുടെ അടുക്കൽ സന്ദർശകൻ കൂടുതൽ സമയം നിൽക്കൽ കറാഹത്താക്കപ്പെടും. മാലം യഫ്ഹമു മിൻഹു റഗ്ബതു ഫിഹ. എന്താണ് അതിന്റെ അർത്ഥം? അവിടെ നിൽക്കൽ രോഗിക്ക് ഇഷ്ടമാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. അപ്പം രോഗിക്ക് അവിടെ നിൽക്കൽ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻക്ക് അവിടെ നിൽക്കാം. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതെന്താണ്? കറാഹത്താണ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് അശ്ശഅറു സാഖിതു മിനൽ മയ്യിത്തി മാദാ യുഫഅലു ബിഹി. മയ്യത്തിൽ നിന്നും വീണു പോകുന്ന മുടി, കൊഴിഞ്ഞു വീകുന്ന മുടി എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. ഉത്തരം എന്താണ്? വയറുദ്ദു ഷഅറു സാഖിതു മിനൽ മയ്യിത്തി. മയ്യത്തിൽ നിന്നും വീണു പോകുന്ന മുടി, കൊഴിഞ്ഞു പോകുന്ന മുടി അത് എടുത്തു വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇലാൽ കഫനി ലിയുദ്ഫനു ബി. എവിടെയാണ്? ആ കഫനിൽ എടുത്തു വെക്കുകയും പിന്നെ അതിനെ മറമാടുകയും ചെയ്യണം. അപ്പൊ എന്താണ്? മയ്യത്തിൽ നിന്നും വീണ മുടി എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ്. അതിന്റെ ഉത്തരമായിട്ട് പറയുന്നത് വയറുദ്ദു ഷഅറു സാഖിതു മിനൽ മയ്യിത്തി ഇലാ കഫനിഹി ലിയുദ്ഫന മഅഹു. മയ്യത്തിനോടൊപ്പം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കൊഴിഞ്ഞ വീഴുന്ന മുടി കഫൻ തുണിയിലേക്ക് എടുത്തു വെക്കണം. അതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. നാലാമത്തേത് അഖല്ലുൽ കഫനി മാ ഹുവ. ചോദ്യം എന്താണ്? കഫനിൽ ചുരുങ്ങിയ രൂപം എന്താണ്? ഉത്തരം സൗബുൻ യസ്തുറു ജമീഅൽ ബദനി. ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒറ്റ വസ്ത്രമാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് വലി സ്വലാത്തി അലൽ മയ്യത്തി ഷർത്താനി മാ ശുറൂത്തി സായിരി സ്വലവാത്തി മാ ഹുമ.
ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമെ മയ്യിത്ത് നിസ്കാരത്തിന് 2 ഷർത്തുകളുണ്ട്. അവ ഏതെല്ലാം? അപ്പൊ സാധാ നിസ്കാരത്തിലുള്ള ഷർത്തിനേക്കാൾ കൂടുതൽ അതിനൊക്കെ പുറമെ മയ്യിത്ത് നിസ്കാരത്തിന് 2 ഷർത്തുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് തഖദ്ദുമു തുഹ്റിൽ മയ്യത്തി, എന്താണ്? മയ്യത്തിന്റെ ശുദ്ധിയെ മുന്തിക്കലാണ്. രണ്ടാമത്തതോ അദമു തഖദ്ദുമി അലൽ മയ്യത്തിൽ ഹാദിരി, മുന്നിലുള്ള മയ്യത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുന്താതിരിക്കലുമാണ്. അപ്പൊ ഒന്നാമത്തത് മയ്യത്തിന്റെ ശുദ്ധിയെ മുന്തിക്കൽ, രണ്ടാമത്തത് മുന്നിലുള്ള മയ്യത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ എന്താക്കുക? മുന്താതിരിക്കുക, അഥവാ മുന്നിലേക്ക് ആവാതിരിക്കുക. ഇനി അടുത്തത് നാലാമത്തെ പ്രവർത്തനം തമ്മീം എന്നുള്ളതാണ്. ഓരോന്നായി നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഅഫിർ ലനാ വലഹു. അപ്പൊ ബഅദഹു വഅഫിർ ലനാ വലഹു എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. രണ്ടാമത്തത് വഅഫ്രഖി സ്വബ്റ അലാ ഖുലൂബിഹിമ വലാ തഫ്തിൻഹുമാ ബഅദഹു വലാ തഹ്രിംഹുമാ അജ്റഹു. അതാണ് തഹ്രിംഹുമാ അജ്റഹു എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. മൂന്നാമത്തത് വമിൻഹ നുഖരിജുക്കും താറത്തൻ ഉഖ്റ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് അഅളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഅഫറ ലിമയ്യിതിക, അതവിടെ എഴുതി കൊടുക്കുക. അഫറ ലിമയ്യിതിക എന്നുള്ളത് എഴുതി കൊടുക്കുക. അവസാനത്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറത്തു. അപ്പൊ അതവിടെ എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ബയ്യിൻ എന്നുള്ളതാണ്. മഅന നഫ്ഖിൽ മയ്യിത്തി ബി സ്വദഖ, എന്താണ്? സ്വദഖ കൊണ്ട് മയ്യത്തിന് ഉപകാരമുണ്ടാവുക എന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടവന്റെ അനന്തരാവകാശികളോ അല്ലെങ്കിൽ മക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ മയ്യത്തിന് വേണ്ടി സ്വതക്ക ചെയ്യല്ലോ. അപ്പം ഈ സ്വതക്ക കൊണ്ട് മയ്യത്തിന് ഉപകാരം ഉണ്ടാവുക എന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അർത്ഥം എന്താണ്? അന്നഹു യസീറു ക അന്നഹു തസ്വദ്ദഖ. അപ്പൊ അതിന്റെ അർത്ഥം അവൻ അഥവാ മയ്യത്ത് സ്വതക്ക ചെയ്തതുപോലെയാണ്. അപ്പോൾ മയ്യത്തിന്റെ അനന്തരാവകാശികളൊക്കെ അല്ലെങ്കിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട ആളുകൾ സ്വതക്ക ചെയ്യുന്നത് ആര് സ്വതക്ക ചെയ്യുന്നത് പോലെ തന്നെയാണ്, മയ്യത്ത് സ്വതക്ക ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതാണ് അന്നഹു യസീറു ക അന്നഹു തസ്വദ്ദഖ എന്നുള്ളതിന്റെ അർത്ഥം. അവൻ അഥവാ ആ മയ്യത്ത് സ്വതക്ക ചെയ്തത് പോലെയാണ്. രണ്ടാമത്തത് അൽ ഉളിഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ മാ യുദ്ബഹു മിനൻ നഅമി തഖർറുബൻ ഇലല്ലാഹി തആല യൗമൽ ഈദി അക്ബരി വ അയ്യാമി തശ്രീഖ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലും വലിയ പെരുന്നാൾ ദിവസവും അള്ളാഹുവിലേക്കുള്ള സൽക്കർമ്മമായി കന്നുകാലികളിൽ നിന്ന് അറുക്കപ്പെടുന്നതിനാണ് എന്ത് പറയുക? ഉളിഹിയത്ത് എന്ന് പറയുക. മൂന്നാമത്തത് അൽ അഖീഖത്തു ഫിൽ ലുഗ. അഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അശ്ശഅറുല്ലദി അലാ റഅസിൽ മൗലൂദി ഇൻദ വിലാദത്തിഹി. പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ തലയിലുള്ള മുടിക്കാണ് എന്ത് പറയുക? ഭാഷാർത്ഥത്തിൽ അഖീഖത്ത് എന്ന് പറയുക. ഇനി ഉക്തുബുൽ മഅന, അർത്ഥം ഏതാണ്? സിയാഖുൻ, സന്ദർഭം. രണ്ടാമത്തേത് ഖുബാലത്തുൻ, നേരെ അല്ലെങ്കിൽ അഥവാ മുൻഭാഗം. അപ്പൊ മുൻഭാഗം നേരെ, അതിനാണ് എന്ത് പറയാ? ഖുബാലത്ത് എന്ന് പറയും. മൂന്നാമത്തെ ജരീദത്തുൻ, ചെടി അല്ലെങ്കിൽ മട്ടൽ എന്നും പറയും. നാലാമത്തത് ഖളുറാ, പച്ചയായത്. ഇനി ഏറ്റവും അവസാനത്തത് ഏഴാമത്തെ കമ്മിൽ എന്നുള്ള പ്രവർത്തനമാണ്. നോക്കാം. അൽ ഉലാമു മുർത്തഹനു ഡാഷ് തുദ്ബഹു അൻഹു ഫിൽ യൗമി സാബിഗി ഡാഷ് റഅസുഹു വയുസമ്മ. അപ്പൊ അവിടെ ബിഅഖീഖത്തിഹി എന്നുള്ളതും വയുഹ്ലകു എന്നുള്ളതുമാണ് എഴുതാനുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. അൽ ഉലാമു മുർത്തഹനുൻ, കുട്ടി പണയം വെക്കപ്പെട്ട ഒന്നാണ്. ബി അഖീഖത്തിഹി, അവന്റെ ഹഖീഖത്തിന് പകരമായി. തുദ്ബഹു അൻഹു ഫിൽ യൗമി സ്വാബിഗി, 7-ാം ദിവസം അതിനെ തൊട്ട് അവൻ നടത്തപ്പെടണം. വ യുഹ്ലകു റഅസുഹു, അവന്റെ മുടി കളയണം. പിന്നെ വയുസമ്മ, അവന് പേര് വെക്കപ്പെടുകയും ചെയ്യണം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.